ചാച്ചൻ ആക്സിഡന്റ് ആയപ്പോൾ എൻ്റെ ആഹാരം കഴിപ്പ് മുട്ടിപ്പിച്ചിട്ട് അക്കൗണ്ട് കയറിയപ്പോൾ ഞാൻ ഞെട്ടി. എന്താണെന്നറിയാമോ, ഒരേ ഡ്രസ്സിൽ 10 വീഡിയോ ഒരുപോലെ മിററിലെടുത്ത് വെച്ചിരിക്കുന്ന ചേച്ചിയപ്പോൾ ആരാണ്? ഈ വാട്ടയ ഈറ്റിൻ്റെ പല രീതിയിൽ പലരും അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പ്രാകൃതമായിട്ടുള്ള ഒരു വാട്ടയ ഈറ്റിൻ്റെ നമ്മുടെ സാറക്കുട്ടിയിൽ നിന്നാണ് ഞാൻ കാണുന്നത്. ഇവരെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ വാട്ടയ ഈറ്റിൻ്റെ വീഡിയോയിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. സാധാരണ വാട്ടയ ഈറ്റിൻ്റെ രാവിലെ ഞാൻ ദോശ കഴിച്ചു, ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിച്ചു, അതിൻ്റെ ഇടയിൽ ഞാൻ ബ്രെഡ് കഴിച്ചു, അതിൻ്റെ ഇടയിൽ ജിലേബി കഴിച്ചു, വെള്ളം കഴിച്ചു, പിന്നെ രാത്രി ഞാൻ ഓംലെറ്റ് കഴിച്ചു. ഇങ്ങനെ ഒരു സാധാരണ ഒരു എന്താണ് കഴിക്കണേ എന്നുള്ളത് മാത്രമാണല്ലോ. പക്ഷേ സാറയുടെ വാട്ടയ ഈറ്റിൻ്റെ ഒരു തുള്ളി കണ്ണുനീര് പുറത്ത് കളയാതെ ചെയ്തൊരു വാട്ട ഈറ്റിനേടാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുവരാം. ചാച്ചൻ ആക്സിഡന്റ് ആയപ്പോൾ എൻ്റെ ആഹാരം കഴിപ്പ് മുട്ടിപ്പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ പേടിയിൽ നിന്ന് ധൈര്യം സംഭരിച്ച് ഞാൻ ചാച്ചൻ്റെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് തന്നെ അങ്ങ് നിന്ന് ഒരു പ്ലേറ്റ് ചോറ് കഴിച്ച് ആ ദിവസം അങ്ങ് തുടങ്ങി. തരക്കേടില്ലാത്ത കൂട്ടാനുള്ളതുകൊണ്ടായിരുന്നു നല്ലൊരു പിടി പിടിച്ചതിന് ശേഷം ഞാനാണെങ്കിൽ കുറച്ചേരം വിശ്രമിക്കാനിരുന്നു. പക്ഷേ എന്നിട്ടും വിശപ്പ് മാറാത്തതുകൊണ്ട് നേരെ ചെന്നപ്പോൾ കാക്കിൽ മുന്തിരി ഇരിക്കുന്നുണ്ട്. നല്ലൊരു 10 ഗ്രാം അവന് കൊടുത്തേച്ച് ബാക്കി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഞാനങ്ങ് കഴിച്ചു. മുന്തിരി തീരുന്തോറും എൻ്റെ വിശപ്പ് കൂടി വരുന്നതുകൊണ്ടെന്ന് എനിക്ക് സംശയം തോന്നി. അതുപോലെ തന്നെ ശരീരമാണെങ്കിൽ ക്ഷീണിച്ചും തുടങ്ങി. അപ്പോഴാണ് അമ്മ ജയഭാരതി വയനാട്ടിൽ പോയി കുറച്ച് മുട്ടപ്പഴം അവിടെ നിന്ന് കൊണ്ടുവന്ന ആരോ ഓർമ്മ വന്നു. അപ്പോൾ പിന്നെ അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുളിച്ച് പറിച്ച് നോക്കി, അതും എടുത്ത് കഴിച്ചു. അതിൻ്റെ അകത്ത് ഒരു കുരുവും കിട്ടി. ഇടയ്ക്ക് ചാച്ചൻ്റെ ട്രിപ്പ് നോക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കഴിപ്പുമുണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ച് ഇങ്ങനെ നിന്നിട്ട് ഒന്നും ആയില്ല. അപ്പം ഞാൻ വിചാരിച്ചാൽ പിന്നെ എലൈറ്റിൻ്റെ ബ്രെഡും ജാമും ഉണ്ട്, അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കഴിക്കാം. അപ്പം വയറിനും മനസ്സിനും കുറച്ച് ശമനം തോന്നി. അപ്പം ഞാൻ പിന്നെ കുറച്ച് വെള്ളവും കുടിച്ച് അതിനുണ്ടായിരുന്ന ജാമ് ചാച്ചൻ്റെ വായിൽ തള്ളിക്കയറ്റി സ്പൂൺ കഴുകാതെ അങ്ങനെ കിടന്നുറങ്ങി. ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എണ്ണീറ്റപ്പം പിന്നെയും വിശപ്പ്. അപ്പോഴാണ് ഓർത്ത് അമ്മ ചാച്ചനെ കൊടുക്കാൻ കുറച്ച് ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അതിന് ഒരാപ്പിൾ അവന് കൊടുത്തിട്ട് ബാക്കിയെല്ലാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കിയിരുന്ന് ഞാനങ്ങ് കഴിച്ചു. ബാക്കി അപ്പോൾ കണ്ടല്ലോ സാറയുടെ വാട്ട ഈറ്റിൻ്റെ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ചൈന ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കാണിക്കണം മോളെ, നീ അങ്ങനെയും തിന്നു കളഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താനാണെന്ന്. ഈ സാറ് ഇത്രയും ലൈറ്റായിട്ട് ജീവിതത്തെ കാണുന്ന വളരെ വലിയ റിച്ച് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടിയൊന്നുമല്ല. അവർ 22 വയസ്സിൽ അപക്വമായിട്ടുള്ള പ്രായത്തിൽ എന്നാൽ പക്വതയോട് കൂടിയിട്ട് പങ്കാളിയെ നല്ല രീതിയിൽ അറിഞ്ഞ് മനസ്സിലാക്കി ഇവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി റിയലി വർക്കൗട്ട് ചെയ്യും ലൈഫിൽ എന്ന് വിചാരിച്ച് പങ്കാളിയോടൊപ്പം വിവാഹിതയായി. 22 വയസ്സെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു നെട്ടോട്ടം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ പങ്കാളിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നുണ്ട് കേട്ടോ. ആ ആക്സിഡൻറ്റ് പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കതൊന്ന് കാണാം. അമ്മായിപ്പനെ അമ്മായിമ്മയും കൂടെ കഴിഞ്ഞ ദിവസം വയനാട്ടിലോട്ട് പറഞ്ഞു വിട്ടാൽ മാത്രമേ എനിക്കും ചാച്ചനും ഓർമ്മയുള്ളൂ. വീട് തിരിച്ചു വെക്കലെന്ന് പറഞ്ഞാൽ നേരെ പറമ്പിലോട്ടങ്ങ് ഇറങ്ങി. വീട് തിരിക്കലെന്ന് പറഞ്ഞുകൊണ്ട് പറമ്പിലിറങ്ങിച്ചായിരിക്കും. മുണ്ടം പിണ്ടിയും വെട്ടി കൊലയും തൂക്കിതേ നേരെ പോയത് തേണ്ട് പിന്നെ ഇങ്ങോട്ടത്തേക്കാ. വീട് തിരിക്കാൻ പറ്റാത്തോണ്ട് നേരെ റോഡിൽ പോയി അങ്ങ് ചരിഞ്ഞു കിടന്നു. വയനാട്ടിൽ നിന്ന് നേരെ തിരിച്ചു തേണ്ട് ജയഭാരതിക്ക് ഇങ്ങ് തിരിച്ചെത്തി. ഇനി അവൻ 6 മാസത്തേക്ക് ബസ്സിലുണ്ടോ നോക്ക്. മുഖം നല്ല ചക്കരമുണ്ടം പോലിരിക്കുന്നു. ചരിഞ്ഞതൊരു 3 ലക്ഷം രൂപയുടെ ചരിവാ അങ്ങ് ചരിഞ്ഞത് കണ്ടോ. അവസാനം ഐസിയുലൊക്കെ കയറ്റി എല്ലാവരും കഥ പറച്ചിലൊക്കെ തുടങ്ങി. അമ്മ അതിൻ്റെ ഇടയ്ക്ക് തേണ്ട കഥാപ്രസംഗമൊക്കെ ഇവിടെ ഒന്ന് നടത്തുന്നു. അങ്ങനെ ചാച്ചൻ തിരിച്ചിറങ്ങിയപ്പോൾ ഒറ്റ ചോദ്യമായിരുന്നു, മോനെ കംഫർട്ടബിൾ അല്ലേ? അങ്ങനെ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് റൂമിലോട്ട് വന്നു. ഈ കാല് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് ഡിസൈൻ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആണെങ്കിൽ മാർക്കറും ഒന്നുമില്ല. അങ്ങനെ ഞാനൊരു ഡിസൈനും കൊടുക്കും. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് കുട്ടപ്പനും പെടലിയും വന്ന് ചാച്ചനെ കാണാൻ. കംഫർട്ടബിൾ ആണെന്ന് അറിയണമല്ലോ. പിന്നെ ആശുപത്രി ആയാലും ഓറഞ്ചും ആപ്പിളും മസ്റ്റാണല്ലോ. അമ്മായിമ്മയും അമ്മായിച്ചനും വീട് വിട്ട് പോയി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഭർത്താവ് പറമ്പിലിറങ്ങി കൊല വെട്ടിയതാണ് ഓർമ്മയുള്ളൂ. പിന്നെ അദ്ദേഹം ബെഡ് റെഡിനായിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. നല്ലൊരു ഓപ്പറേഷൻ, ഒരു 3 ലക്ഷം രൂപ ചിലവാകുമ്പോൾ കാലുമ സ്റ്റീൽ പ്ലേറ്റിടെയും എല്ലാ കാര്യങ്ങളും. എന്തായാലും സാറ് മനസ്സാന്നിധ്യത്തോടു കൂടി എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നു? നീ നിന്റെ ഭർത്താവല്ലേ കുട്ടി അവിടെ കിടക്കണത്, എന്താണ് ഇങ്ങനെ, എന്തൊരു മനസ്സാക്ഷിക്കുറവ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. 22 വയസ്സിൽ ജീവിതത്തിൻ്റെ എല്ലാ സീരിയസ്നെസ്സോടും കൂടിയിട്ട് തനിക്ക് ആപ്റ്റായിട്ടുള്ള പങ്കാളിയാണെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അവർ മുന്നേ സ്നേഹിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ലൈഫിലേക്ക് വന്നത്. ഒരു പക്ഷേ പൈസ ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോവില്ല എന്ന് ഈ പെൺകുട്ടിക്ക് അറിയാം. തീർച്ചയായിട്ടും അച്ചാച്ചൻ വയ്യാതെ അല്ലെങ്കിൽ അപകടം പറ്റിയിട്ട് സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ ഇതൊക്കെ വീഡിയോയിൽ പകർത്താനുള്ള മനസ്സാന്നിധ്യം സാറയ്ക്ക് വന്നത് എന്തുകൊണ്ടാണ്? ആ വീഡിയോയിൽ പകർത്തലാണ് അവരുടെ ലൈഫ്. മില്യൺസ് ഓഫ് ലാക്സ് ഓഫ് ഒക്കെ വ്യൂ ഉണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഫെയർലി ഇൻകം അവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അച്ചാച്ചന് ഈ 3 ലക്ഷം രൂപയ്ക്ക് ചെരിഞ്ഞ ആൾക്ക് അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് ഈ ചെറിയ പെൺകുട്ടിയാണ്. ആ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചത് ഒരു വലിയ ബർഡനായിട്ട് അവൾ തോന്നാത്തതും അവൾ അത് അത്രയും പോസിറ്റീവായിട്ട് ലൈഫിലെ കാര്യങ്ങൾ എടുക്കണോണ്ടാണ്. സാറ പതിവിന് വിപരീതമായിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. മീറ്റ് വിത്ത് ചിത്ര എസ്. എന്താന്ന് വെച്ചാൽ ആ ചേച്ചി ഒരു കമൻറ്റ് ഇട്ടിരിക്കുക, മോളെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇങ്ങനെ ദിവസം ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറായിട്ട് തോന്നും, ഈയിടെയായിട്ട് മോള് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടെന്ന്. ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറിയപ്പോൾ ഞാൻ ഞെട്ടി. എന്താണെന്നറിയാമോ,
ഒരേ ഡ്രസ്സിൽ 10 വീഡിയോ ഒരുപോലെ മിററിലെടുത്ത് വെച്ചിരിക്കുന്ന ചേച്ചി അപ്പൊ ആരാണ്? പറയൂ, ആരാണ്? ചേച്ചി കമന്റ് ആയിട്ട് ഇട്ടോളൂ, ചേച്ചിക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്ന് പറഞ്ഞ ചേച്ചിയുടെ കാര്യം പറയാൻ അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ ചേച്ചി? ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമം വരത്തില്ല ചേച്ചി? ഇപ്പൊ കുഴപ്പമില്ല, ഇച്ചിരി വിഷമം ചേച്ചിക്കും കിട്ടിയില്ലേ? ഇല്ലേ ചേച്ചി? അപ്പോൾ ഓക്കെ കായ് ബൈ. ഓക്കെ, അങ്ങനെയല്ല, ഓക്കെ ബൈ. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒരേ ടൈപ്പ് തന്നെ വാട്ട ഈറ്റിൻ്റെ. പിന്നെ ഇവരുടെ ഈ തമാശ ഇതൊക്കെ വളരെ ബോറിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കമൻറ്റോളി ഒരു സ്ത്രീ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്ര വലിയൊരു മോശം കമൻ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും സാറയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഹേർട്ടിംഗ് ആണ്. കാരണം അവരുടെ വീഡിയോയുടെ താഴെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നു, ബോറായിട്ട് കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോ വീഡിയോയും എടുക്കുന്നത്. വളരെ ഹാസ്യമായിട്ട് ഇവരതൊക്കെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ നല്ല സ്ട്രെയിൻ ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഈസി. നമ്മൾ ഈ വീഡിയോ ഈ സംസാരിക്കുന്നതും ഈ അഭിനയിക്കുന്നതും ഒക്കെ അതിൻ്റെ ഇടയിലുള്ള ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നിലുള്ള സ്ട്രെയിൻ അവർ ആ സമയം കണ്ടെത്തുന്നു. ഇത് മാത്രമായിരിക്കില്ല അവരുടെ വരുമാനോപാധി, എങ്കിൽ പോലും ഇതൊരു അവരുടെ ഒരു 90% വരുമാനത്തിൻ്റെ സ്രോതസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തന്നെയാണ്. വളരെ സ്ട്രെയിനായിട്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഒരു പെൺകുട്ടി ആരെയും ദ്രോഹിക്കാതെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇത് റിപ്പീറ്റഡ് ആണ്, ബോറാണ്, ഇത് കാണുമ്പോൾ ഇതായി തുടങ്ങി ഒന്ന് മാറ്റി പിടിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കമൻറ്റോളിക്ക് നേരെ സാറയ്ക്ക് ചെറിയൊരു വിദ്വേഷം ഉണ്ടാവുകയും ആ കമൻറ്റോളിയുടെ ഫോട്ടോ അപ്പോൾ ആ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോൾ കാണുന്നത് അവരുടെ പലതരം ഫോട്ടോ ഒരേ ഡ്രസ്സിൽ തന്നെ. സ്വാഭാവികമായിട്ട് അതിനെ പറ്റിയിട്ട് വിമർശിച്ച് സാറ ഒരു വീഡിയോ ഇടുകയാണ്. അപ്പോൾ മാളത്തുനിന്ന് തലപൊത്തിയിട്ട് ഇത് ബോറടിക്കുന്നു, ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചിട്ട് മാളത്തിൻ്റെ ഉള്ളിലേക്ക് തല വലിച്ചെങ്കിലും ആ മാളത്തുനിന്ന് അവരെ ഇട്ട് പുറത്തേക്ക് ഇടുന്ന ആ ഒരു കാര്യമാണ് സാറ് ചെയ്തിട്ടുള്ളത്. അവരത് അത്രയും ഹർട്ടായിട്ടാണ് അവരതങ്ങനെ ചെയ്യുന്നത്. എന്തായാലും അത് കുറച്ചും കൂടി സീരിയസ് ഇഷ്യൂലേക്ക് വഴിവെച്ചു എന്നുള്ളതാണ്. അതിനെപ്പറ്റി സാറ് സംസാരിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടാന്ന് വെച്ച കാര്യങ്ങളാണ്, പക്ഷെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചേ അടങ്ങത്തുള്ളെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും. കഴിഞ്ഞ ദിവസം ചിത്ര എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുടെ കമന്റിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്ര സിമ്പിൾ ആണ്, ബുദ്ധിയുള്ള എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഇഷ്ടം പോലെ ബാഡ് കമന്റ്സ് വരാറുണ്ട്, നല്ല കമന്റ്സ് വരാറുണ്ട്. എനിക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വരാറുണ്ട്. അന്ന് ഞാൻ ആ കമന്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറി നോക്കിയപ്പം ആ ചേച്ചി ഒരേ ഡ്രസ്സിൽ ഒരു 10 വീഡിയോ ഒരുപോലെ ഇട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ആ ചേച്ചിക്ക് അത് ബോറായിട്ട് തോന്നിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കമന്റിനെ റിയാക്ട് ചെയ്തു. ഒറ്റ കാര്യമല്ലാതെ ആ ചേച്ചിയുടെ നിറത്തെ പറ്റിയോ സൗന്ദര്യത്തെ പറ്റിയോ ബോഡിയെ പറ്റിയോ ഞാൻ ചിന്തിച്ചിട്ട് കൂടെ ഇല്ല. അങ്ങനെ ചിന്തിക്കാൻ മാത്രം ഞാൻ വലിയ ലെമ്പയോ അല്ലെങ്കിൽ എനിക്ക് വലിയ സൗന്ദര്യമോ വലിയ നിറമോ ഒന്നും ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല. കാരണം ഞാൻ നാളെ മരിച്ചാൽ വെറും പുഴുക്കൾ തിന്ന് തീർക്കാനുള്ളത് തന്നെ, അല്ലെങ്കിൽ ഒരു 3-4 വെറുതെ കഷ്ണം വെച്ച് അതിന്റെ അകത്ത് അലിഞ്ഞു തീരത്തേ ഉള്ളൂ. ഞാൻ അത്രേ ഉള്ളൂ. ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങളുമല്ല, മനുഷ്യരത്രേ ഉള്ളൂ. ഈ ചിത്ര ചേച്ചിയുടെ കേസ് ഞാൻ പറയാം. ഇവരുടെ ആ വീഡിയോ ഇട്ടതിന് ശേഷം അന്ന് രാത്രി ചാച്ചന് ഒരു മെസ്സേജ് വേറൊരു പുള്ളിക്കാരൻ അയക്കുവാണ്, വൈഫിന്റെ അടുത്തൊന്ന് പറയണം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. കാരണം ഇവർക്ക് +2 പഠിക്കുന്ന ഒരു മോളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളാണ്, അവർക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ നാണക്കേടാണെന്ന്. എന്തുകൊണ്ട് ചിത്ര ചേച്ചി എന്റെ കാര്യം ചിന്തിച്ചില്ല? ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്ക് 23 വയസ്സുള്ളൂ. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇടുമ്പോൾ ചേച്ചി എന്തുകൊണ്ട് ചിന്തിച്ചില്ല എനിക്ക് വിഷമം ഉണ്ടാവും ബാക്കിയുള്ള ആളുകൾ കാണുന്നു എന്ന്? അത്രയ്ക്ക് ചേച്ചിക്ക് എന്നോട് പറയണം. അല്ലെങ്കിൽ എന്നെ അത്ര സ്നേഹമുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് DM ചെയ്തില്ല? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ഒന്നാമത് മനസ്സിനൊന്നും ഒരു രീതിയിലും സമാധാനം ഇല്ലാത്ത പെൺകുട്ടിയാണ്. എനിക്കിപ്പം അതെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത്രയേറെ ഞാൻ സ്ട്രഗിൾ നിൽക്കുമ്പോൾ എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനിങ്ങനെ വീഡിയോസ് ഇടുക എന്നുള്ളത്. ചിലരത് കോമാളിത്തരമായിട്ട് പറയും, ചിലർക്ക് സന്തോഷം തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്നെ റിപ്ലൈ ചെയ്തു. അതൊരു തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഒട്ടുമേ എന്നെ പറ്റുന്നില്ല എങ്കിൽ ഓക്കെ, ഞാൻ ഈ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ നിർത്താം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഒരു ജീവിതം നമ്മൾ മറ്റൊരാളെ വിഷമിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മളെ കൊണ്ടാവുന്നത് അതേ ഉള്ളൂ. നമുക്ക് സുഖമാണ്, ആരും കാണാത്ത ഒരു റൂമിൽ കയറി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് ഇടാൻ പറ്റും. പക്ഷെ മറ്റുള്ളവർക്ക് എന്തൊരു ഹേർട്ട് ആവും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് വരെ ഞാൻ എന്റെ ഒരു കണ്ടന്റിലും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. സ്ത്രീയുടെ ഭർത്താവായിരിക്കണം വിളിച്ചിട്ടുണ്ടാവുക. അവർക്ക് ഒരു 11 വയസ്സായ മകളുണ്ട്. ദയവ് ചെയ്തിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യണം. ആ വീഡിയോയിലൂടെ സാർ അവരുടെ ഫോട്ടോ കാണിക്കുന്നുണ്ടല്ലോ, അവരുടെ വീഡിയോ റിമൂവ് ചെയ്യണം. ഇതുവരെ സാർ അത് റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് കമൻ്റ് ഇടുമ്പോൾ അത് ആ വീഡിയോയിൽ നമ്മൾക്ക് കമൻ്റ് ഇടാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും ഒരു പരിധി വരെ അവരെ വേദനിപ്പിക്കാതെ കമൻ്റ് ഇടുക എന്നുള്ളത് നമ്മളുടെ ഒരു സാമാന്യ മര്യാദയുടെ ലക്ഷണം തന്നെയാണ്. ഇത് നല്ല മോളെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വിഷം പുരട്ടിയൊരു കമൻറ്റ്, അതായത് ഇത് ബോറിങ് ആവണു എന്ന്. അപ്പോൾ ആ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന കഠിനാധ്വാനം, അവരുടെ ലൈഫിന് വേണ്ടി
അവരുടെ ആ ഒരു നെട്ടോട്ടം, ആ ഒരു യാത്രക്കിടയിൽ ഇങ്ങനെ ഈ ഒരു ബാഡ് കമൻറ്റ് വരുമ്പോൾ അവരുടെ ആ ഏജ് അനുസരിച്ച് ഇപ്പം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. പക്ഷേ സാറാന്ന് പറയുമ്പോൾ അവർ വീഡിയോകളൊക്കെ നല്ല വ്യൂ കിട്ടുന്നത്, അല്ലെങ്കിൽ ഷോർട്ടുകളൊക്കെ ഒരുപാട് വ്യൂ കിട്ടുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ അതിനെ ഹരാസ് ചെയ്യണ പോലെയുള്ള കമൻറ്റ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അസഹനീയമായിരുന്നു. നമ്മൾ ചെയ്യുന്ന ബോറിങ് ആദ്യം നമ്മൾ സ്വയം മനസ്സിലാക്കുക. ഒരേ ഡ്രസ്സിൽ അവർ കുറേ വീഡിയോകൾ സെയിം ആയിട്ട് തന്നെ പാട്ടിനനുസരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിനേക്കാളും എത്രയോ ബെറ്ററാണ് ആ ഒരു സാറയുടെ വീഡിയോ പറയുമ്പോൾ. അപ്പോൾ നമ്മൾ പക്വതയുള്ളൊരു വീട്ടമ്മയാണ്, മക്കളുടെ അമ്മയാണ് എന്നൊക്കെ ചിന്തിക്കേണ്ടത് ഈ കമൻറ്റ് കൊണ്ടുവന്ന് ഇടുന്നതിന് മുമ്പാണ്. അവരുടെ ലൈഫിൽ ഓരോ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ. ഇപ്പോൾ പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫിസിക്കലായിട്ട് കുറച്ച് വീക്കാണ്. കാരണം നമുക്കറിയാലോ, പ്ലേറ്റ് ഇട്ട കാലൊക്കെ ആകുമ്പോൾ ഇനി ഫർദറായിട്ട് വലിയ അധ്വാനമുള്ള ജോലികൾക്ക് പോകാനോ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി അതിന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിഘാതമായിട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റ്സ് ആ കുട്ടിക്ക് സഹിച്ചില്ല. ആ കുട്ടി അത് പുറത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴും ആ കുട്ടി ആ വീഡിയോ നീക്കം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കമൻറ്റോളികൾക്ക് ഒരു മുന്നറിയിപ്പാണ് സാറ. എന്തായാലും സാറയുടെ ആ ഒരു എല്ലാ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും പോസിറ്റീവായിട്ട് കാണാനുള്ളൊരു എഫർട്ട്, സങ്കടം പങ്കാളിക്ക് വയ്യാണ്ടേ അയ്യോ പത്തോ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാനോ എൻ്റെ ലൈഫ് പോയേ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാനോ സാറ ഒരുക്കല്ല. സാറയുടെ ആ നല്ലൊരു ഏജാണ്. ഇനിയും ഒരുപാട് അധ്വാനിക്കാനുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള കരുത്തുണ്ട്. നല്ലൊരു ലൈഫ് കെട്ടിപ്പടുക്കി ഒരു വീട്, കാറ്, അങ്ങനെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അതിനെതിരെ ഇങ്ങനെ അവരാരെയും ദ്രോഹിച്ചിട്ടല്ല വീഡിയോ, ഒരു കണ്ടൻറ്റോ ഒന്നും അവർ ചെയ്യുന്നില്ല. അവരവരുടേതായിട്ടുള്ള കണ്ടൻറ്റ്, അവരുടേതായിട്ടുള്ള വാട്ടയിറ്റിൻ്റെ വളരെ ലളിതവും തമാശ രൂപേണയും അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കയറി കമൻ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നമ്മൾ നാറേണ്ടി വരും. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.